ശരിക്കും എന്താണ് VKC എന്ന ബ്രാൻഡ്? കോതയാർ പ്രോജക്റ്റിൽ എത്തി. കോതയാർ അതായത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ കനവ്. അവിടെ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഹോട്ടൽ വിളിക്കും നാട്ടിൽ. ഈ തീപ്പെട്ടി കമ്പനി എങ്ങനെ പിന്നെ സംഭവിച്ചു? പരാജയപ്പെട്ടു? തീപ്പെട്ടി കമ്പനി ഇപ്പം നമ്മൾ അത് പിന്നെ 5 കൊല്ലം പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ അതങ്ങ് തീർന്നു. വലിയ കമ്പനിയോട് നമുക്ക് മത്സരിക്കാൻ കഴിയില്ല. അവരെ കോപ്പി അടിച്ചാലും നമ്മൾ വിജയിക്കില്ല. അപ്പം നമ്മൾ അവർ പോകാത്തൊരു മേഖലയിൽ. VKC നമസ്കാരം. നമസ്കാരം. അപ്പം നമ്മളെ കൂടെ ഉള്ളത് VKC ആണ്. VKCനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. VKC ഇറ്റ് സെൽഫ് എ ബ്രാൻഡ്. പേഴ്സൺ എന്നുള്ളവർക്കൊരു ബ്രാൻഡാണ്. VKC കേരളത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡാണ്. ഞാൻ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ കുറേ കാലമായിട്ട്, നമുക്കൊരു 10 കൊല്ലമായിട്ട് എനിക്ക് പരിചയമുണ്ടല്ലോ. അപ്പം അന്ന് മുതലേ ഞാൻ ആലോചിച്ചൊരു സാധനമുണ്ട്. ഒരു മനുഷ്യൻ ഇത്ര സിമ്പിളായിട്ട് എങ്ങനെ ഇത്ര വലിയൊരാളായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങളെ പരിചയപ്പെട്ട കാലം മുതലേ എൻ്റെ ഒരു സംശയമാണ്. അപ്പോൾ നമ്മൾ VKC എന്നുള്ള ബ്രാൻഡിൽ തന്നെ തുടങ്ങാം. ശരിക്കും എന്താണ് VKC എന്ന ബ്രാൻഡ്? VKC എന്നുള്ള ബ്രാൻഡ് ഞാൻ നേരത്തെ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു വ്യവസായം പിന്നെ ഈ വുഡ് ഇൻഡസ്ട്രി ആയിരുന്നു. വുഡ് ഇൻഡസ്ട്രി ഒരു 68, 69, 70 മുമ്പേണത് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഞങ്ങൾ മൂന്നാളുണ്ടായിരുന്നു. ആ 3 ആളുടെ ഇനീഷ്യലാണ് VKC. ആരൊക്കെയായിരുന്നത്? അതൊരു ഒന്ന് പിന്നെ വി എന്നുള്ളത് ഞാൻ, VKC മുഹമ്മദ് കോയ, വി ആണ് എൻ്റെ ഇനീഷ്യൽ. മറ്റേതൊരു K സൈതലബി, മറ്റൊന്ന് C സൈതാലിക്കുട്ടി. അങ്ങനെ 3 പേരുടെ VKC എന്നുള്ള ഇനീഷ്യലാണ്. അവർ ഇനീഷ്യൽ ചേർത്തി തന്ന VKC പ്ലൈവുഡ്സ് ആൻഡ് മാച്ച് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് ആണ് ആ വ്യവസായം തുടങ്ങിയത്. ആദ്യത്തെ കച്ചവടത്തെ. അപ്പൊ ആ ഓർമ്മക്കാണ് അത്. ഇപ്പോൾ അത് പിന്നെ നമ്മൾ അത് അന്ന് മാർക്കറ്റിൽ തമിഴ്നാട്ടിലാണ് ഞങ്ങൾ ഇത് കൊടുക്കൽ. തീപ്പെട്ടീൻ്റെ പെട്ടിക്കുള്ള പെട്ടിയും കൊള്ളിയും ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന. തമിഴ്നാട്ടിൽ. അതെ, തമിഴ്നാട്ടിൽ ശിവകാശി കോവിൽപ്പെട്ടിയൊക്കെ കൊടുക്കുക. അപ്പം അവിടെ കൊടുക്കുന്ന നേരത്ത് അവിടെ ഇപ്പം അവർക്ക് എല്ലാം അറിയപ്പെടുന്ന ഒരു പേരായി കഴിഞ്ഞിരിക്കുന്നു VKC. അപ്പം ഞങ്ങൾ പിന്നെ ഈ ഒരാൾ നേരത്തെ പോയി, C നേരത്തെ തന്നെ വിട്ടു. അതെ, കമ്പനി വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ Kയും ഞാനും ഉണ്ടായിരുന്നു. അപ്പം K പിന്നെ ഞങ്ങൾ ഒരു ഘട്ടം വന്നപ്പം പിന്നെ ഞങ്ങൾക്ക് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി 79, 84. അപ്പം 79, 84 വന്നപ്പോൾ എനിക്കതിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാഞ്ഞപ്പം അയാൾക്ക് സ്വാഭാവികമായിട്ടും അയാൾക്കൊരു പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. അപ്പം എന്നാൽ പിന്നെ നമ്മൾ കാര്യം ചെയ്യാൻ വേറെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം വേറെ അതിൻ്റെ അടുത്ത് തന്നെ വേറെ തുടങ്ങി. അപ്പോൾ അത് തുടങ്ങുമ്പോൾ പിന്നെ VKC എന്നുള്ള പേര് അതിന് ഞാനൊരു കുടുതിയിൽ പറഞ്ഞപ്പോൾ അതെനിക്ക് കിട്ടി. അവർക്ക് തന്നെ അതിനത്ര വില ഉണ്ടെന്നുള്ള അറിയില്ലായിരുന്നു. അപ്പോൾ അത് ഒരു അന്നത്തെ പോലെ നിൽക്കും നല്ല വിലയാണ് ആ കാലത്ത് അപ്പോൾ അത് പിന്നെ കിട്ടി. അങ്ങനെ ഈ VKC എന്നുള്ള നിലയിലാണ് അത് അറിഞ്ഞുകൊണ്ടിരുന്നത്, ആ സ്ഥാപനം. അപ്പോൾ അത് എന്നെ അങ്ങനെ അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ കാലത്ത് ഞാൻ V മുഹമ്മദ് കോയാണ്. അത് കഴിഞ്ഞിട്ട് ജില്ലാ കൗൺസിൽ വന്നപ്പം ജില്ലാ കൗൺസിലിൽ മത്സരിക്കാൻ പറഞ്ഞു. ജില്ലാ കൗൺസിൽ മത്സരിക്കാൻ വന്നപ്പോൾ നമ്മുടെ ആളുകളുടെ ഒരു അഭിപ്രായ വ്യത്യാസമായി. കാരണം മുഹമ്മദ് കോയ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, VKC എന്നാണ് അറിയാം. അപ്പോൾ അതുകൊണ്ട് അതുകൂടി ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചർച്ച ചെയ്തും പാർട്ടി തന്നെ അത് ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളത് അവരോട് കളക്ടറോട് വിവരം പറഞ്ഞു, ഇങ്ങനെയാണ്, കുഴപ്പമില്ല ചേർത്തുകൊള്ളാൻ പറഞ്ഞു. മുഹമ്മദ് കോയ VKC ചേർത്തി. അങ്ങനെയാണ് VKC ഉണ്ടാകുന്നത്. ഹിസ്റ്ററി അറിയണം. കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്തൊക്കെയാണ്? കുട്ടിക്കാലത്ത് ഇപ്പം നമുക്ക് വലിയ കഥയൊന്നും പറയാനില്ല. ഞങ്ങളൊക്കെ ആളാകുമ്പോഴേക്കും ഞങ്ങളെ തറവാട് ഏകദേശം ഒരു മുടിഞ്ഞ തറവാടാണ്. തറവാടായിരുന്നു. അതിന് മുടിഞ്ഞ തറവാടായി മാറിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പിന്നെ വീട്ടുകാർക്ക് സൗകര്യം നെല്ലും പാട്ടും കാര്യമൊക്കെ കിട്ടുന്ന ഇതായിരുന്നു. ഞങ്ങളൊക്കെ ആളാകുമ്പോഴേക്കും ഒന്നുമില്ല. അതൊരു തറ ആയിട്ടുണ്ട്. ആ സമയത്താണ് വളർന്നത്. പിന്നെ അന്ന് വീട്ടുകാർക്കൊന്നും വിദ്യാഭ്യാസത്തെ നിർബന്ധമായിട്ട് വിദ്യാഭ്യാസം വേണം അങ്ങനെയുള്ള താല്പര്യം എന്നുള്ള
ഉം. കുടുംബമൊന്നും അല്ലായിരുന്നു. ഉം. ഇപ്പം ഉപ്പമ്മയൊക്കെ ഉപ്പ എന്തായിരുന്നു? ഉപ്പാകുമ്പൊക്കെ നമുക്ക് അങ്ങനെ അന്നൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ഉം. അത് പക്ഷെ അന്ന് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം, അന്ന് അറബി പഠിക്കണം എന്നുള്ള നിർബന്ധമേ ഉള്ളൂ. അറബി പഠിച്ചാണ് മദ്രസിലൊക്കെ പിന്നെ പോയിരുന്നു. കുറേ പോയിന്ന്. ആ അനുഭവങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്കൂള് എന്ന് പറയുമ്പം നമ്മൾ നല്ലത്ത് അന്ന് പ്രൈമറി ഉള്ളൂ. പിന്നെ ചെറുകുന്നൂരിലാണ് ഉണ്ടായിരുന്നത്. ചെറുകുന്നൂരിലാണ് പിന്നെ ഒരു 6ാം ക്ലാസ് വരെ അവിടെ പോയത്. പിന്നെ പഠിക്കാൻ പോയില്ല. പഠിക്കാൻ പോകാനുള്ള അങ്ങനെ ഒരു നിർബന്ധമില്ല. സന്ദർഭം മോശമായിരുന്നു. പഠിക്കാനുള്ള അത്ര ഈ ഒരു മതപരമായ പഠനത്തിന്റെ ഓർമ്മകള് മതപരമായിട്ട് പഠിച്ചന്ന് പള്ളിയൊക്കെ ആയിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു. അന്ന് പോയിരുന്നു. ഓ, പഠിച്ച എന്താ ഓർമ്മയുണ്ടോ? പള്ളിയിലൊക്കെ കൃത്യമായിട്ടൊക്കെ പോകാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറെ കഴിഞ്ഞപ്പം ഇപ്പം നമ്മൾ അല്ല, അന്ന് പഠിച്ച എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? കിതാബോ അതൊക്കെ ഉണ്ട്. പാട്ടോ? അത് പിന്നെ അതിനെപ്പറ്റിയൊന്നും പിന്നെ ഇപ്പം ആലോചിക്കാറില്ല. ആലോചിക്കാറില്ല. അന്നത്തെ ആ സാധനം അവിടെ വിട്ട്. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂള് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ജീവിതത്തിൽ സംഭവിക്കണേ? സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ ഈ അപ്പൻ്റെ കൂടെ കച്ചവടം, മറ്റേ അതൊക്കെ ആയിട്ട് വാപ്പൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു. കച്ചവടം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? പല കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഉം. ഫേമസ് പിന്നെ അന്ന് പ്രധാനമായിട്ടും ഈ അടക്ക എടുത്തിട്ട് കൊടുക്കുന്ന പാട്ടത്തിന് എടുത്തിട്ട്. അടക്ക ആ. അടക്ക അടക്ക. അന്ന് അടക്കുന്ന ലൈസൻസ് കച്ചവടം ലൈസൻസൊക്കെ വേണ്ടിയിരുന്നു. അന്ന് മുത്താപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മുത്താപ്പൊക്കാണ് അടക്കൊക്കെ പ്രദേശത്തിലെ അടക്കകളൊക്കെ വരിക. മാപ്പി അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. നന്നായിരുന്നു. അപ്പം അതിൻ്റെ കൂടെയൊക്കെ ഹെൽപ്പറൊക്കെ ആയിട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം പല പണിക്കും പോയിരുന്നു. പല പണിക്കും പല കച്ചവടത്തിനും. പിന്നെ അങ്ങനെ അത് ഒരുപാടുണ്ടത്. എത്ര ഉണ്ടെങ്കിലും നമുക്ക് പറയാം. അല്ല, അതിങ്ങനെ അതിങ്ങനെ ഓരോന്നും എടുത്ത് പറയാൻ വേണ്ട. ഓർമ്മകളില്ല. പല പരിപാടിക്കും പോയിരുന്നു. അതിലും പ്രധാനപ്പെട്ട പരിപാടി അങ്ങനെ പല പരിപാടിക്കും പോയിരുന്ന കാലത്താണ് പിന്നെ നമ്മളൊരു ബന്ധുവിൻ്റെ കമ്പനിയിൽ ജോലിക്ക് പോയത്. അതെവിടെയായിരുന്നു? അതിവിടെ നമ്മുടെ നാട്ടിലത്ത് തന്നെ. ഒരു ബന്ധുവിനുള്ള തീപ്പെട്ടി കമ്പനിയാണ്. അവിടെ ജോലിക്ക് പോയിരുന്നു. അവിടെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു നല്ല ബന്ധമാണ്. പിന്നെ ആ വീടൊക്കെ ആയിട്ട് പിന്നെ അതിൽ യാദൃശ്യമായിട്ട് അവിടെ ഈ കുറച്ച് ആളുകൾ യൂണിയനിട്ടൊക്കെ ശ്രമിച്ചു. അപ്പം അവർക്ക് അന്ന് ഈ പണി കട്ട് ചെയ്യാൻ പുറപ്പെട്ടു. അപ്പം അന്ന് പണിയില്ലേ പട്ടിണിയാവുക എന്നുള്ളൊരു കാലമാണ്. പണി ഉണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂല്ലോ. അപ്പം അവർ അങ്ങനെ ബുദ്ധിമുട്ടിലായപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ഒന്ന് കാക്കനോട് പറയുന്ന പിന്നെ നമുക്കത് ശരിയായി കിട്ടിയേക്കും. അപ്പം ഞാൻ കാര്യങ്ങളൊന്നും ആലോചിക്കാണ്ട് എൻ്റെ ബന്ധുവാണ് ഈ മുതലാളി. അപ്പൊ യൂണിയൻകാരാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? അതെ അതെ. അപ്പം എൻ്റെ മുതലാളിൻ്റെ ബന്ധുവാണ്. അതായത് എൻ്റെ ബന്ധു എന്ന് പറഞ്ഞാൽ എൻ്റെ മച്ചുവിനൻ, ബാപ്പൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഞാനതിൻ്റെ ഗൗരവത്തിൽ ആലോചിക്കണ്ടേ. ഇവർക്ക് വേണ്ടി ശുപാർശ പറയാൻ പോയപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടിയത് കുറച്ചൊരു മോശമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ചെറിയ വാശിയൊക്കെ വന്നു. ആദ്യത്തെ യൂണിയൻ പ്രവർത്തനം അവിടെയാണ് അല്ലേ? ഇത് അറിയാതെയാണ് സംഭവിക്കണേ. യൂണിയൻ എന്താന്ന് പറഞ്ഞൂടാ. അത് ഏത് പ്രായ? അന്ന് ഒരു 15-16 വയസ്സൊക്കെ ആയിരിക്കും. അത്ര ഉണ്ടാവുള്ളൂ. എന്നിട്ട് അത് 55-56 കാലത്താണ്. അല്ല, അപ്പൊ ആരെ യൂണിയനാണ് അങ്ങനെയൊന്നും അറിയില്ല? അന്നും അറിയില്ല. പിന്നെ മനസ്സിലായി അന്നത്തെ അന്ന് പിന്നെ പാർട്ടിയുടെ ഭരണമായിരുന്നു. അന്ന് യൂണിയൻ എന്ന് പറയുമ്പോൾ ആദ്യമൊന്നും അറിയില്ല. യൂണിയൻ എന്താണെന്ന് അറിയില്ല. അത് കഴിഞ്ഞതിന്റെ ശേഷം പറ്റിയൊക്കെ പഠിക്കാൻ പുറപ്പെട്ടു. യൂണിയനൊക്കെ. അല്ല, അപ്പൊ മൂപ്പര പ്രതികരണം എന്തേനി? എന്റെ പണിയൊക്കെ ആയിരുന്നു? അല്ല, അത് പിന്നെ ഷൗട്ട് ചെയ്തു, നീ ആരാ ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാതെ നീ ആരാന്നല്ല ആ നിലയിലുള്ളൊരു. അപ്പം അങ്ങനെ അന്നത്തെ ഒരു ഇതനുസരിച്ച് ചെറിയൊരു വാശി ഇങ്ങനെ വന്നു. അങ്ങനെ പിന്നെ ഇതിൻ്റെ കൂടെ ആയി. പിന്നെ പ്രശ്നങ്ങളായി. പിന്നെ അവിടുന്ന് പുറത്താക്കി. ഞങ്ങളെ പുറത്താക്കി? എല്ലാവരും അപ്പൊ കുടുംബത്തിലെ ഇഷ്യൂ ആയില്ലേ? കുടുംബത്തിലെ ഇഷ്യൂ ആയില്ല. അങ്ങനെ അത് പിന്നെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി, കേസൊക്കെ ആയി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് 57 EMS ഗവൺമെൻറ് വന്നപ്പം ഈ ഒരു അതായത് തൊഴിൽ ഒരു ലേബർ കോടതി സ്ഥാപിച്ചല്ലോ. കോഴിക്കോട് ഉണ്ടായിരുന്നായിരുന്നു ലേബർ കോടതി. അപ്പം ലേബർ കോടതിയിൽ നമ്മൾ കേസ് കൊടുത്ത് അത് വിജയിച്ചു. യൂണിയൻ വിജയിച്ചു. എല്ലാവരും തിരിച്ചെടുക്കാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചെടുത്തു. പക്ഷെ ഞാൻ പോയില്ല. ഞങ്ങളെ തിരിച്ചെടുത്തപ്പോൾ നിങ്ങൾ പോയില്ല? ഞാൻ അവസാനിപ്പിച്ചു അവിടെ. പിന്നെ അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഒരു അടിപിടിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കി. അങ്ങനെയാണ് ഇപ്പം നമ്മൾ പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ പാർട്ടി അനുഭവം. അത് നമുക്ക് അവസാനം പറയാം. എന്നിട്ട് പിന്നെ അടുത്തത്
അടുത്ത തന്നെ എന്തായാലും. അല്ല അവിടുന്ന് കഴിഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾ തുടങ്ങാനുള്ള തീരുമാനം എടുത്തോ? അല്ല പിന്നെ തുടങ്ങാനൊക്കെ നമ്മുടെ ഇവിടുന്ന് കാശൊന്നും ഒന്നുമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റ് പല പണിക്കും പോയി, പല പണിക്കും പോയി. അവസാനം പിന്നെ ഇവിടുന്ന് പിന്നെ നാട് വിട്ടു. തമിഴ്നാട്. അന്ന് തമിഴ്നാട്ടിലൊക്കെ പോയി. അന്ന് മറ്റേ ഗൾഫൊന്നും തുടങ്ങിയില്ല. തമിഴ്നാട്ടിലെവിടെയാണ്? തമിഴ്നാട്ടിൽ പല ഭാഗത്തുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഒരുപാട് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അവസാനം കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് പിന്നെ അവസാനിച്ചത്. തമിഴ്നാട് വാസം അവസാനിച്ചത് കന്യാകുമാരി. കന്യാകുമാരിയിൽ ആണ് നമ്മളവിടെ ഒരു കച്ചവടമൊക്കെ. അവിടെ ജോലി ഉണ്ടായി. സർക്കാർ KSC തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജീവനക്കാരനായിരുന്നു. ആര്? ഞാൻ. അത് കയറി? അങ്ങനെ കുറെ കാലം അവിടെ ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ പിന്നെ എങ്ങനെ ആ ജോലിക്ക് കിട്ടുന്നത്? അന്ന് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടില്ല. ഇല്ല. തമിഴ്നാട്ടിലൊക്കെ അന്ന് ജോലി നമ്മളെ മേലുള്ള ആൾക്കാർക്കൊന്നും കിട്ടാൻ പറ്റില്ല. മലയാളികളായാലും ഒക്കെ കിട്ടും. പല ശ്രാങ്കന്മാരൊക്കെ ഉണ്ടാവില്ല, കരാറെടുക്കുന്ന ആൾക്കാർ. അവരുടെ കൂടെ അന്ന് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അപ്പം ഞാൻ അവസാനം പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയിരുന്നു. ഡിപ്പാർട്ട്മെന്റിലെ ശമ്പളത്തിലായിരുന്നു. അത് ശരി. അപ്പൊ ഒരു പഴയ KCB ജീവനക്കാരനാണ്. അങ്ങനെ ഒരു ബന്ധുകൂടി ഉണ്ട്. എന്നിട്ട് അപ്പം അത് അവിടുന്ന് കഴിഞ്ഞിട്ട് തന്നെ അവിടെ ഈ കോതയാർ പ്രോജക്റ്റിൽ എത്തി. കോതയാർ അതായത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഹോട്ടൽ തുടങ്ങി. പിന്നെ ആ ഹോട്ടലിലാണ് കുറച്ച് നമ്മൾ എന്തേന് ഭക്ഷണം കൊടുത്തിരുന്നത്? അവിടെ എല്ലാ ഭക്ഷണം ഉണ്ടായിരുന്നു. അത് ഈ തൊഴിലാളികൾക്കുള്ളതായിരുന്നു. തൊഴിലാളികൾക്ക് നല്ല കച്ചവടമായിരുന്നു. പിന്നെ അങ്ങനെ വന്നപ്പോൾ തന്നെ ജോലി രാജിവെച്ചു. കച്ചവടത്തിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി. ആദ്യത്തെ കച്ചവടം ശരിക്കും ഹോട്ടൽ കച്ചവടമാണ്. കച്ചവടം എന്ന് പറയാൻ പറ്റും. കന്യാകുമാരി എവിടെയായിരുന്നു? കന്യാകുമാരി കോതയാർ പ്രോജക്റ്റാണ്. അത് ഇപ്പോൾ അപ്പർ കോതയാറുണ്ട്, ലോവർ കോതയാറുണ്ട്. അപ്പർ കോതയാർ എന്ന് പറഞ്ഞത് നമ്മൾ പിന്നെ തിരുനെൽവേലിക്ക് ആ ഭാഗത്തേക്ക് അടുക്കാം. മറ്റേത് ഇങ്ങോട്ട് കന്യാകുമാരി തക്കല കേരളത്തിന്റെ ഏകദേശം ഒരു ബാർഡർ ആയിട്ട് വരും, അതിർത്തിയായിട്ട് വരും. പിന്നെ അവിടെ പോയിണ്ടാവും. പിന്നെ സ്ഥലത്ത് വാങ്ങിയോ? അവിടെ പിന്നെ അവിടെ ഉള്ള സമയത്ത് അവിടെ ഇലക്ഷനിലൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അന്നേ പാർട്ടിയായിട്ട്. അപ്പം ആ കാലഘട്ടം മുതലേ പാർട്ടിയായിട്ട് ബന്ധമുണ്ട്. അത് പിന്നെ അത് തുറന്നു പോകുന്നുണ്ട്. അപ്പൊ അവിടെ യൂണിയനിൽ ചേർന്നിരുന്നു? അവിടെ ഉണ്ടായിരുന്നു. അവിടെ യൂണിയനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് അവിടെ മത്സരിക്കാറുണ്ട് നമ്മളൊരു ഹേമചന്ദ്രൻ എന്ന് പറഞ്ഞ ഇടക്കാലത്ത് മരിച്ചുപോയി. തമിഴ്നാട് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു അദ്ദേഹം. പിന്നെ തോട്ടം തൊഴിലാളി യൂണിയൻ്റെ പിന്നെ ഒരു അഖിലേന്ത്യാ കമ്മിറ്റിയിലുള്ള ഒരാളായിരുന്നു അയാളവിടെ ആളായിരുന്നു. അവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം. പിന്നെ നമുക്കന്ന് അവിടെ നല്ല ഒരു സ്വാധീനമുള്ള സമയമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിരുന്നു. അന്ന് പിന്നെ നമ്മൾ സ്വാധീനമൊക്കെ വിട്ടു പോയി. പിന്നെ പോക്ക് നിർത്തി. ആളുകൾ അറിയുന്ന ആളുകളൊക്കെ ഇലക്ഷൻ ആകുമ്പോൾ അവിടെ മറ്റു പോകാറുണ്ട്. അത് കഴിഞ്ഞപ്പോ ഈ ഹോട്ടല് വിജയിച്ചു. ഹോട്ടൽ നന്നായിട്ട് വിജയിച്ചു. ആ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ വുഡ് ഇൻഡസ്ട്രി തുടങ്ങിയത്. ഈ തീപ്പെട്ടി അതാണ് ഇവിടെ വന്ന ആദ്യത്തെ. അതാണ് VKC എന്ന് പറഞ്ഞത്. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു? നിങ്ങൾ 3 പേര്? അതെ, 3 പേര്. അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു എന്തൊക്കെ തുടങ്ങണം എന്നുള്ളൊരു ആശയം വന്നപ്പോൾ നമ്മുടെ തീപ്പെട്ടിയിൽ നിന്ന് പോകുന്നതാണല്ലോ. തീപ്പെട്ടിയിൽ നിന്നാണല്ലോ. അപ്പൊ ആ ഒരു വാശി ഉള്ളിലവിടെ കിടക്കുന്നുണ്ട്. അതവിടെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ അത് തീപ്പെട്ടി തുടങ്ങി. അപ്പം ഇവരെ കൂട്ടിയിട്ട്, അതായത് അതിൽ ഒരാൾ സൈദൽവി എന്ന് പറഞ്ഞ ആളുടെ സ്ഥലം, അയാളുടെ സ്ഥലം വാങ്ങിയിട്ടാണ് അയാൾ അതിന് തുടങ്ങിയത്. അപ്പം അങ്ങനെ അയാൾക്ക് പൈസ പണം ബാക്കിയായപ്പോഴാണ് അയാൾ ഇതിൽ കൂടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നാണ് ഇത് വല്ല തീപ്പെട്ടി കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തീപ്പെട്ടി കമ്പ്യൂട്ടർക്ക് പിന്നെ അത് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ മാനേജർക്ക് കൊടുത്ത് പിന്നെ അത് ഒഴിവാക്കി. തീപ്പെട്ടി ഇപ്പം നമ്മളെ ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഉള്ള കമ്പനീൻ്റെ ഈ സ്റ്റീൽ കോംപ്ലക്സിൻ്റെ അടുത്തുള്ള കമ്പനി, അതായത് നമ്മളെ തീപ്പെട്ടി കമ്പനീൻ്റെ സ്ഥലം അതായിരുന്നു. ഇപ്പോഴത്തെ VKC ടവറിന്റെ അവിടെയാണ് തുടങ്ങിയത്. ഹോട്ടൽ നിങ്ങൾ മാനേജർക്ക് കൊടുത്തു? ഹോട്ടല് പിന്നെ അവിടെ അന്നത്തെ ഉണ്ടായിരുന്നത് മാനേജർക്ക് കൊടുത്തു. പിന്നെ കുറെ കാലം കച്ചവടം ചെയ്ത് ഒഴിവാക്കി, വിറ്റ് വെച്ചു. പിന്നെ നിങ്ങളുടെ ഫോക്കസ് ഇതുമലായി? പിന്നെ നിങ്ങളെ ഫോക്കസ്? അതെ. പിന്നെ നാട്ടില് നമ്മള് ഹോട്ടലൊക്കെ, ചെറിയൊരു ഹോട്ടലൊക്കെ തുടങ്ങിയിരുന്നു നാട്ടില്. ഈ തീപ്പെട്ടി കമ്പനി എങ്ങനെ പിന്നെ സംഭവിച്ചു? പരാജയപ്പെട്ടു? തീപ്പെട്ടി കമ്പനി ഇപ്പം നമ്മള് അത് പിന്നെ 5 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ അതങ്ങ് തീർന്നു.
അതിലാണ് അത് പരാജയപ്പെട്ടത്. അപ്പൊ നഷ്ടമാണ് ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട്. അതൊക്കെ തീർന്നു. നിങ്ങള് തീപ്പെട്ടി കമ്പനി തുടങ്ങിയപ്പോ യൂണിയനൊക്കെ ഉണ്ടായിരുന്നോ, അനുവദിച്ചിരുന്നോ? ഓ അപ്പൊ തുടക്കത്തിലാണ് ഉണ്ട്. പാർട്ടി ആയിട്ടുള്ള ബന്ധം കേരളത്തില് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പാർട്ടി ഇതിലല്ലേ? അപ്പൊ ആ എങ്ങനെയാ തുടങ്ങണേ? അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ ഇങ്ങനെ ഇവിടെ ഈ ട്രേഡ് യൂണിയനായിട്ട് ബന്ധപ്പെട്ടല്ല ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ സമയത്ത് പിന്നെ 57 EMSന്റെ ഗവൺമെൻറ് വന്നു. EMSന്റെ ഗവൺമെൻറ് വന്ന് 59 വിമോചന സമരം വന്ന കാലത്ത് അതിലൊക്കെ സജീവമായിരുന്നു. കാരണാല് ഇതിനെ പ്രതിരോധിക്കാൻ സജീവം. പ്രതിരോധിക്കാൻ എന്തായിരുന്നു VKCന്റെ പാർട്ടിയിലെ റോള്? ഐ മീൻ പ്രഭാഷണം? അല്ല, അങ്ങനൊന്നുമില്ല. നമ്മളങ്ങനെ ഓർഗനൈസർ പ്രഭാഷണവും പ്രസംഗവും ഒന്നുമില്ല. എന്നല്ല. എന്തായിരുന്നു? നമ്മളിങ്ങനെ ജനങ്ങളെ കൂടെ കൂടിയിട്ട് അതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു നിലപാട്. എന്നാലും ഒരു നേതാവ് എന്നുള്ളവർക്ക് പലതരം റോളുകൾ ഉണ്ടാവും. അത് എനിക്കറിയില്ല. ഞാനെങ്ങനെ നേതാവായെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ വലിയ നേതാവല്ലേ? പ്രസംഗത്തിലൊന്നും ഞാൻ പോകാറില്ല. എന്തെങ്കിലുമൊക്കെ അങ്ങനെ നമ്മളായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ സംസാരിക്കും എന്നല്ലാണ്ട് ഒരു പ്രാസംഗികൻ എന്നുള്ള നിലക്ക് ഉള്ള ഒരു പോസ്റ്റ് ഞാൻ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. എനിക്കത് കഴിയില്ല. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എങ്ങനെ? പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് നമ്മളെ ഒരു ജയിക്കാൻ പറ്റാത്തൊരു വാർഡിലാണ് മത്സരിച്ചത്. നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത് മത്സരിച്ച ജയിച്ചു പോയി. നിങ്ങൾ തന്നെയാണ് പാർട്ടി തീരുമാനമാണോ? പാർട്ടി തീരുമാനം. അത് ഏതേനു വാർഡ്? നമുക്ക് ഒരിക്കലും ഇതിലൊന്നും തീരുമാനമില്ല കേട്ടോ. ഇല്ല, പാർട്ടി തീരുമാനിക്കുന്നതല്ല. അതെല്ലാം അനുസരിക്കും. മറ്റേ നമ്മളായിട്ട് ഒരു ഒന്നല്ലോ ഒരു തീരുമാനം എടുക്കുന്നില്ല. പാർട്ടി പറയുന്നതുകൊണ്ടൊക്കെ മത്സരിക്കുന്നുണ്ട്. അല്ല, എന്നിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്ന അനുഭവം അന്നത്തെ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇപ്പോഴത്തെ മാതിരി പണമൊന്നും കിട്ടാനില്ലല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റിന് അന്ന് പരമാവധി ചിലവാക്കാൻ പറ്റുന്ന സംഖ്യ 5000 രൂപയാണ് ചെലവാ. ആദ്യം നമ്മൾ പഞ്ചായത്തിൽ ചെന്ന കാലത്ത് നമുക്ക് പഞ്ചായത്തിൽ ചായ കുടിക്കാൻ അഡ്വാൻസ് ഒന്നും കിട്ടാനില്ല. ഒരു മെമ്പർക്ക് 15000 രൂപ. മെമ്പർക്ക് 50 ഒരു മെമ്പർക്ക് 50 രൂപ. പ്രസിഡന്റിന് 75 രൂപ. അന്ന് അത്രയൊക്കെ ഉള്ളൂ. അത് തന്നെ മാറുന്നത് ഈ നായനാർ 80 അധികാരത്തിൽ വന്നപ്പോഴാണ് ചായയൊക്കെ കുടിക്കാൻ പഞ്ചായത്ത് ഇന്ന പൈസ എടുക്കാന്നൊക്കെ വന്നത് തീരുമാനിച്ചത്. പിന്നെ അലവൻസൊക്കെ കൂട്ടി. അങ്ങനെ അവിടെ നിന്നാണ് മാറുന്നത്. പിന്നെ അന്ന് ഒരു പ്രസിഡന്റിന് ചിലവാക്കാൻ പറ്റുന്നത് സ്വന്തം നിലക്ക് ചിലവാക്കാൻ പറ്റുന്ന പഞ്ചായത്തിൻ്റെ 5000 രൂപ അന്നത്തെ. അന്ന് എന്തൊക്കെയാ ചെയ്യാൻ പറ്റിയത്? ഐ മീൻ അന്ന് നമ്മൾ കുറെ അതിൽ നിന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ പരമാവധി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പോഴേക്കും പിന്നെ തീപ്പെട്ടി കമ്പനി ശരിയായി പ്രസിഡന്റായത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ തീപ്പെട്ടി കമ്പനി ഏകദേശം അവസാനിപ്പിച്ചിട്ട് അതായത് അത് മാത്രമല്ല, അന്ന് തീപ്പെട്ടി കമ്പനി ഞാൻ തുടങ്ങുന്ന കാലത്ത് ഒരു 5-6 കമ്പനിയാണ്. 5-6 കമ്പനിയാണ് ഈ ഏരിയ തന്നെ. അതെ, നമ്മുടെ മേഖലയിൽ. അപ്പൊ ഞാൻ പൂട്ടും ഏകദേശം 140 കമ്പനിയുണ്ട്. ഓ, ഭയങ്കര കോമ്പറ്റീഷൻ. അപ്പൊ അത് അന്നേ ഉണ്ടപ്പം ഒരു ലാഭം വന്ന തുടർന്ന് അല്ല, അത് എല്ലായിടത്തും ഉണ്ടല്ലോ ഇപ്പോഴും. നമ്മൾ ഏറ്റവും വലിയ വൈദഗ്ധ്യം കോപ്പി അടിക്കുന്നില്ലല്ലേ മലയാളികളല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു വ്യവസായം എവിടെയാണോ വിജയിക്കുന്നത് അവിടെ ആ വ്യവസായം തളർച്ച വളരും. എല്ലാവരും ഇവിടെ തുടങ്ങുമല്ലോ. അത് നല്ലതാണോ ചീത്തയാണോ ഒരു വ്യവസായി? നല്ലതാണ്. വേറെ അതിലെന്താ കുഴപ്പം? അതിങ്ങനെ അത് ഇൻഡസ്ട്രിയെ വളർത്തുമല്ലോ. ഇൻഡസ്ട്രി വളർത്തും. ഞങ്ങൾ ഫറോക്ക് മേഖലയൊക്കെ ഇപ്പം ആദ്യം പഴയ കാലത്ത് ഓട്ട് കമ്പനിയായിരുന്നു പ്രധാനം. പിന്നെ ഇഷ്ടിക, പിന്നെ പ്ലൈവുഡ്, തീപ്പെട്ടി, ഇതൊക്കെ ഇന്നങ്ങനെ ഫറോക്ക് മേഖല എന്ന് പറഞ്ഞാൽ ഒരു കോഴിക്കോടിന്റെ ഇൻഡസ്ട്രിയൽ ബെൽറ്റാണ് ഫറോക്ക്. അത്രയും തൊഴിലാളികളുള്ള ഒരു പ്രദേശമാണ് ഈ തീപ്പെട്ടി. ഓട്ട് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബറാണ് അധികം. മണ്ണാണല്ലോ, ഈ റോ മെറ്റീരിയൽ മണ്ണല്ലേ. റോ മെറ്റീരിയലിന്റെ വിലയേക്കാളും വലുത് ലേബറാണ്. അത്രയും അധ്വാനാണല്ലോ, മനുഷ്യാധ്വാനാണല്ലോ അതിൽ കൂടുതൽ. അത് ബ്രിട്ടീഷുകാർക്കില്ലേ? ബ്രിട്ടീഷുകാരൊക്കെ തുടങ്ങിയതാണ്. ഇപ്പം നാടന്മാർ തന്നെയാണ്. അപ്പൊ നമ്മൾ അതിലിപ്പോ കോംട്രസ്റ്റ് മാത്രമേ ഉണ്ട്. കോമ്പൽസിന്റെ ഒരു കമ്പനി മാത്രം നടക്കുന്നുണ്ട്. ബാക്കിയല്ലേ ഇപ്പൊ കൈമാറി അല്ല. ഇപ്പം ബോട്ട് കമ്പനിയായിട്ടില്ല, കമ്പനിയൊക്കെ ആയിട്ട് മാറിപ്പോയി. അപ്പൊ മറ്റു പലതുമായിട്ട് മാറിയിട്ട് ഇപ്പം. അപ്പം അന്ന് പിന്നെ നമ്മൾ നാടന്മാർ തുടങ്ങിയില്ലേ. പിന്നെ ഈ പൂതേരിക്കാരിൽ തുടങ്ങി, പിന്നെ നാഷണൽ ടൈൽസുകാർ തുടങ്ങി, ഇങ്ങനെ കുറെ സ്റ്റാൻഡേർഡിൽ ബാംഗ്ലൂർക്കാർ തുടങ്ങിയിരുന്നു. അങ്ങനെ അതൊക്കെ ഇപ്പോൾ എല്ലാം ഇപ്പം അസ്തമിച്ചു. അപ്പം അങ്ങനെല്ലാം തീർന്ന സമയത്ത് പിന്നെ നമ്മൾ ഈ തീപ്പെട്ടി ഇതൊക്കെ അങ്ങനെ മെല്ലെ പോയല്ലോ. പിന്നെ അവിടെ വളർന്നത് ചെരുപ്പാണ്. ചെരുപ്പിൽ എങ്ങനെയാണ് ചെരുപ്പിലെത്തണത്? ചെരുപ്പിൽ ഞാൻ ഈ 84 നമ്മൾ ഇത് ക്ലോസ് ചെയ്ത്, തീപ്പെട്ടി ക്ലോസ് ചെയ്ത് ആ സമയത്ത് പിന്നെ വേറൊരു പുതിയ വ്യവസായം തുടങ്ങണം എന്നുള്ളത് വന്നു.
ആ വ്യവസായം തുടങ്ങാൻ ആലോചിച്ചപ്പോൾ ആണ് നമ്മൾ ഈ ചെരുപ്പിലെത്തിയത്. ചെരുപ്പ് ചെരുപ്പിൻ്റെ ഒരു ഇപ്പോഴും അതിൻ്റെ ഒരു ആളുകൾ ധാരാളം ഉപയോഗിക്കുന്ന സാധനമാണല്ലോ. ഉം. അപ്പം അത് ആ, മത്സര രംഗത്ത് വിജയിച്ചാൽ അതിന് എന്നും നിലനിൽപ്പുണ്ട്. അതായത് അത് അതെ അതെ, അതിനെ കോമ്പറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എന്നും അത് നിലനിൽക്കും. എന്നും കാരണം നിലനിൽക്കുന്ന മനുഷ്യന് എന്നും സാധനമാണ്. ആവശ്യമുള്ള സാധനം. ധാരാളം ആവശ്യമുള്ള സാധനമല്ലേ. ആ, ആ. അതാണ് അതില്. അതെ. അപ്പൊ അതിലേക്ക് അതിനെ കുറിച്ചൊരു മനസ്സിലാക്കണല്ലോ. അപ്പൊ നിങ്ങളെ ഒരു സാഹചര്യം വെച്ച് എങ്ങനെയാണ് ഇതിന് വലിയ സാധ്യത അന്ന് ഉണ്ട്? നമ്മൾ അങ്ങനെ ഒരു നാട്ടിലുള്ള ചില കമ്പനികളൊക്കെ നമ്മൾ പഠിച്ച് അതായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അന്ന് നാട്ടില് കമ്പനികളുണ്ട്. അന്ന് ഈ ജോസ്കോന്റെ പിന്നെ ഒരു ഫിഷർ കമ്പനി ഉണ്ട്. ഫിഷറ വെള്ള. അതുണ്ട്. പിന്നെ പ്രീമിയർ എന്ന് പറഞ്ഞ ചെരുപ്പുണ്ട്. പിന്നെ ഹവാക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ വേറെ ഒന്ന് രണ്ട് കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പഠിച്ച് അപ്പോൾ അവർ അതൊക്കെ പഠിച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങുമ്പോൾ അവരൊക്കെ അന്ന് വലിയ കമ്പനികളല്ലേ, വലിയ കമ്പനികളാണ്. വലിയ അപ്പൊ കമ്പനി എങ്ങനെ ധൈര്യം കിട്ടി അല്ല, തുടങ്ങാൻ? വലിയ കമ്പനി ആയതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഇപ്പോൾ അതിനൊരു പരിപാടി തയ്യാറാക്കി. എന്താ വെച്ചാൽ നമുക്ക് വലിയ കമ്പനിയോട് നമുക്ക് മത്സരിക്കാൻ കഴിയില്ല. ആ. അവരെ കോപ്പി അടിച്ചാലും നമ്മൾ വിജയിക്കില്ല. അപ്പം നമ്മൾ അവർ പോകാത്തൊരു മേഖലയിൽ അതേതാണ്? അത് പിന്നെ ഒരു നമ്മളത് അതായത് അന്നുള്ള ചെരുപ്പിൻ്റെ വൈകല്യങ്ങളുള്ള നമ്മൾ മനസ്സിലാക്കി. അന്നത്തെ ചെരുപ്പിൻ്റെ വൈകല്യങ്ങൾ ഈ വള്ളി ഊതിപ്പോരും. പിന്നെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഒരു അകത്ത് കാണാൻ വൃത്തികേടാവും. അടിയിൽ നിന്ന് കളർ മാറി വന്നിട്ട് അങ്ങനെ ഇതുണ്ട്. പിന്നെ ഈ വള്ളി ഊരുന്നതൊന്ന് പതിവായിരുന്നു. നമ്മൾ ജാഥയിലൊക്കെ പോകുന്ന സമയത്ത് ദൂരിപ്പോകുന്നതിൻ്റെ അടുത്ത് കുത്തിച്ചേരി അപ്പം നമ്മൾ തീരുമാനിച്ച് അങ്ങനെ ഈ വള്ളി ഊതിപ്പോരാത്തിയും വള്ളി പൊട്ടാത്തിയും ഒരു ചെരുപ്പുണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത്. അതേമാതിരി സിംഗിൾ കളർ. അന്ന് കാപ്പി കളറ്. ആ ഒരു കാപ്പിയല്ല, ഒരു ബ്ലൂ കളറും ഒരു ബിസ്ക്കറ്റ് കളറും. ഓക്കെ, ബിസ്ക്കറ്റ് കട. ഓക്കെ, കാപ്പിയല്ല, ബിസ്ക്കറ്റ് കട. അത് പിന്നെ അത് തുടങ്ങിയപ്പോൾ അത് ഭയങ്കര ഹിറ്റായി. അന്ന് പിന്നെ ഈ കോസ്റ്റ് വൈസ് എങ്ങനെയായിരുന്നു? കോസ്റ്റ് വൈസ് അന്നൊക്കെ കോസ്റ്റ് കുറവല്ലേ. അല്ല, സാധാ ഈ ഫിഷറും ഹവായി ഒക്കെ അന്ന് ഹവാക്കറൊക്കെ അതിനോടൊക്കെ സാമ്യമുള്ള. പക്ഷെ ഇത് നമ്മൾ ലേബർ ക്ലാസ് ആയതുകൊണ്ട് ഈ തൊഴിലാളികൾ വളരെ ഇഷ്ടപ്പെട്ടു ഈ സാധനം. പ്രത്യേകിച്ച് അന്ന് തമിഴന്മാർ കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള സമയമാണ്. അവർ പിന്നെ ശരിക്കും ഇതിൻ്റെ ഇതൊക്കെ ഡ്യൂറേഷൻ ഒക്കെ നോക്കുന്ന ആൾക്കാരാണ്. എത്ര കാലം കിട്ടും എന്നൊക്കെ ശരിക്കും അന്ന് ഡ്യൂറബിലിറ്റി ഒക്കെ നോക്കുന്ന ആളാർ. അവർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവർ നന്നായിട്ടത് ഉപയോഗിച്ചു. മാത്രമല്ല അവർ നാട്ടിൽ പോകുമ്പോൾ 10 കൊണ്ടുപോവുകയും ചെയ്യും. അവരെ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട്. ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഇറങ്ങി. പിന്നെ നാട്ടിൽ അന്ന് ഭയങ്കര ഡിമാൻഡായി. ഭയങ്കര ഡിമാൻഡ് വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കമ്പനി പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചു. അത്രയധികം ഡിമാൻഡായി ആ ഒരു ഐറ്റം. ഈ ഐറ്റം. അപ്പോൾ ഒരു കുറഞ്ഞ വിദ്യാഭ്യാസവും പിന്നെ ആ മേഖലയിലൊരു എക്സ്പെർട്ടൈസ് ഒന്നും അല്ലാത്ത VKCക്ക് എങ്ങനെയാണ് ഇത് ഇങ്ങനെ വർക്കാവുമെന്ന് മനസ്സിലായത്? അതിന്റെ ഒരു ബിസിനസ് പാർക്കാണ് ഒരു രംഗം ഉണ്ടാവുമല്ലോ, അതെങ്ങനെ? അതിനിപ്പോ എല്ലാ കാര്യത്തിലും ഇപ്പോൾ നമുക്ക് വിവരം ഉണ്ടാവില്ലല്ലോ. ഇപ്പം വിവരം നമുക്കൊരു കാര്യം ചെയ്യണം തോന്നിയാൽ അതിന് പറ്റുന്ന ആളുകളെ നമ്മൾ ഹയർ ചെയ്യുക, കണ്ടുപിടിച്ചിട്ട് അവർക്ക്. അതാരൊക്കെയായിരുന്നു അന്ന് നിങ്ങളെ? അന്നുള്ള ആളുകൾ, അതിനെ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ അന്ന് തന്നെ കണ്ടുപിടിച്ച്. അപ്പൊ അത് VKC ആയിട്ട് തന്നെ തുടങ്ങണം തീരുമാനിച്ചത് എന്താ? VKCന്റെ ബ്രാൻഡ് നെയിം ആണോ? അല്ല, അതിനെ നമുക്ക് നമ്മളുടെ ഒരു ഫേമസ് പേരുള്ളതല്ലേ. അപ്പൊ നമുക്ക് ആളുകൾക്ക് അറേഞ്ച് ചെയ്യാം ഇത് എന്നതാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു സപ്പോർട്ട് കൂടി കിട്ടാൻ പുറപ്പെട്ടു. ആ ഒരു സപ്പോർട്ട്, ബ്രാൻഡിന്റെ ഒരു ഇനീഷ്യൽ പുള്ള് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ സപ്പോർട്ട്. അപ്പൊ ഈ റോ മെറ്റീരിയൽ ഒക്കെ അന്ന് എവിടുന്നേ കൊണ്ടുവന്നേന്? റോ മെറ്റീരിയൽ എവിടുന്നാ അന്ന് കിട്ടിയത് നിങ്ങൾക്ക് ഈ റോ മെറ്റീരിയലൊക്കെ? അന്ന് കോട്ടയം ഈ ഇൻഡസ്ട്രി, റബ്ബർ ഇൻഡസ്ട്രി ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ കോട്ടയത്ത് പിന്നെ അതിന്റെ കെമിക്കലെല്ലാം ഉണ്ടായിരുന്നു. കോട്ടയത്ത് കിട്ടിക്കൊണ്ടിരുന്നു. കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ മറ്റ് പുറത്തുനിന്ന് വരുന്നത് കുറച്ചേ ഉള്ളായിരുന്നു അന്ന് ഇതിന്. ഹവായിക്ക് ഹവായിൻ്റെ പ്രധാന കേന്ദ്രം കേരള തന്നെയായിരുന്നു അന്നേ. അതെ, അന്ന് കേരളമായിരുന്നു ഹവായിൻ്റെ, നമ്മളെ റബ്ബർ ഹവായിൻ്റെ. ബാക്കിയുള്ളതൊക്കെ പിന്നെ വന്ന പുതിയ മോഡൽ സാധനങ്ങളല്ലേ. റബ്ബർ ഹവായി നന്നായിട്ടൊന്നും പിന്നെ കോട്ടയം ആണ് ധാരാളം കമ്പനികൾ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് റബ്ബറിൻ്റെ അതിൻ്റെ ആവശ്യമുള്ള കെമിക്കലൊക്കെ ഈ കോട്ടയം ഭാഗത്ത് ധാരാളം കിട്ടാനുണ്ടായിരുന്നു. അപ്പം അവർ നമ്മുടെ കമ്പനി തുടങ്ങിയാൽ അവർ വന്നോളും. സാധനങ്ങൾ വരും. എങ്ങനെ അന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മളന്ന് കടം വാങ്ങി. അന്ന് പിന്നെ ബാങ്കിന്റെ ലോണ്, മിഷനറി ഒക്കെ ബാങ്കിന്റെ ലോണൊക്കെയാണ്. പിന്നെ
പിന്നെ കുറച്ച് നാടൻ കടമൊക്കെ ഉണ്ട്. അന്ന് വലിയ സൗകര്യത്തിലൊന്നല്ല തുടങ്ങിയത്. അല്ല അന്നത്തെ ഇപ്പൊ കേരളത്തിൽ വ്യവസായം നടക്കൂല എന്നൊക്കെ കുറെ കാലമായിട്ടുള്ള അന്നത്തെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ VKCക്ക് വന്നിട്ടുണ്ടോ? നമുക്കത് പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. യൂണിയനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ യൂണിയനായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രശ്നങ്ങൾ VKC നേതാവായ പാർട്ടിന്റെ യൂണിയനായിട്ട് പ്രശ്നം ഉണ്ടാകാറുണ്ടോ? പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഒരു ഘട്ടത്തിൽ പിന്നെ അവിടെ തർക്കവും ഫൈറ്റും സമരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പിന്നെ ഈ സമരം തീപ്പെട്ടിൻ്റെ കാലത്താണ് അതുണ്ടായത്. പക്ഷെ അത് അപ്പം ഉണ്ടായപ്പോഴും നമ്മളതിനെ ഈ തൊഴിലാളികളെ സഹായിക്കുന്ന ഒരു നിലപാടാണ് നമ്മളെടുത്തത്. തൊഴിലാളികൾക്ക് സഹായിക്കുന്ന നിലപാട്. അതെ, വന്ന് വേറെയും കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയും അതിന് ശരിയായിട്ടുള്ള വേജസ് ഒന്നും കൊടുത്തിരുന്നില്ല. അപ്പം സമരം വന്നപ്പോൾ നമ്മൾ എന്നൊരു നിങ്ങൾ അറിയുന്നവരാണ് K. പത്മനാഭണ്ടായിരുന്നു, കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയൊക്കെ. അറിയില്ല. അയാള് പാർട്ടി ജില്ലാ സെക്രട്ടറി അതെ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. അയാൾ തിരുവനന്തപുരത്ത് കമ്മിറ്റിക്ക് പോയ സമയത്താണ് അയാൾ അറ്റാക്കായി മരിച്ചത്. അപ്പോൾ അവരെ കൂടി ആലോചിച്ചിട്ട് അവരൊക്കെ നമ്മളന്ന് നേതാക്കന്മാരും അവരൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞിങ്ങനെ ഒരു ഞാൻ കൊടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ നമുക്കൊന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞു. അന്ന് പാർട്ടി കമ്മിറ്റികളിൽ ഉണ്ടോ VKC? അന്ന് മറ്റേ നമ്മളെ ഈ ബ്രാഞ്ചിലൊക്കെ ബ്രാഞ്ചിലുള്ളൂ, ഏരിയ കമ്മിറ്റി ഒന്നും എത്തിയില്ല. അയ്യോ, അതിലൊന്നുമില്ല. അപ്പം അങ്ങനെ അങ്ങനൊരു നമുക്കൊരു ഒന്നിച്ചൊരു ചർച്ച നടത്തിയിട്ട് തീരുമാനിച്ചതായിട്ട് നമുക്കൊരു പ്രഖ്യാപനം നടത്താം. എന്നാൽ ബാക്കി കിട്ടാത്ത കമ്മിയൊന്നും കുറച്ച് കിട്ടിക്കോളും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ് റബ്ബറിലും ഉണ്ടായിരുന്നു. റബ്ബർ വന്നപ്പോഴും യൂണിയൻ ഒക്കെ തുടർന്നിരുന്നു. അല്ല അന്ന് നമ്മളങ്ങനെ നമ്മളെ ആൾക്കാർ തന്നെ വെക്കുന്നത്. പിന്നെ അതുകൊണ്ട് ആൾക്കാർ തന്നെയാണല്ലോ ഇതിലെ പണിക്കാരും. നമ്മളെ പാർട്ടിക്കാരെ തന്നെ അന്ന് വെക്കുക. അങ്ങനെ നമ്മളറിയുന്ന ആൾക്കാരല്ലേ വെക്കുക. നമ്മളറിയുന്ന കൂടുതൽ പാർട്ടിക്കാരൊക്കെ ആണ് ഉണ്ടാവുക. അപ്പം അതിലങ്ങനെ അതുകൊണ്ട് ഒരു സഹകരണം പോലെ ഭാഗത്തുനിന്ന്. പിന്നെ ഈ കമ്പനിയുടെ വളർച്ചയുടെ നാഴികക്കല്ലുകൾ ഓരോന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെയാണ്? അതിലിപ്പം ഈ റബ്ബറിൽ നമ്മൾ ഈ ഒറ്റ കാരണം കൊണ്ട് ഇതിങ്ങനെ ഈ ഒരു പിന്നെ ഈ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ അതിന് വലിയ പ്രാധാന്യം കിട്ടി, വലിയ മാർക്കറ്റും കിട്ടി. മാർക്കറ്റ് കിട്ടി അതൊരു എപ്പോഴും അത് മാർക്കറ്റിൽ കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. എപ്പോഴും ഡിമാൻഡായിരുന്നു അതിന്. ആ ഒരു ഐറ്റം ഈ ഒരു ഐറ്റം പറ്റും. ചെരുപ്പുകൾ ധാരാളം ഉണ്ടെങ്കിലും ഇതിനിങ്ങനെ ഒരു പിന്നെ പ്രത്യേകമായ ഒരു ഡിമാൻഡ് കിട്ടി, ഇങ്ങനെ ഈ ഒരു ക്വാളിറ്റി ആയതുകൊണ്ട്. അപ്പൊ ഇത് അല്ലാത്ത വേറെ സാധനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നോ? ഇല്ല, അന്ന് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഇന്ത്യയിലെ ആ സമയത്ത് എവിടെയൊക്കെ പോയിരുന്നോ? അന്ന് ഇല്ല, അന്ന് നമ്മൾ കേരളത്തിൽ മാത്രമേ. അപ്പൊ അന്ന് ഇന്ത്യയിലെ ഹവായി മാർക്കറ്റ് എങ്ങനെ? കാരണം ഇന്ത്യയിൽ വർക്കിംഗ് ക്ലാസ് അന്ന് വേറെ ഇന്ത്യയിൽ ഡൽഹിയിലൊക്കെ വേറെ കമ്പനി ഉണ്ട്. ഡൽഹി, ഹരിയാന ഒക്കെ വലിയ കമ്പനികളുണ്ടായിരുന്നു. പിന്നെ ബംഗാള് അവിടെയൊക്കെ വലിയ കമ്പനികളുണ്ടായിരുന്നു. ബ്രാൻഡ്. നമ്മൾ കേരള മാർക്കറ്റ് മാത്രമാണ് നമുക്ക് അത്രയേ ഉള്ളൂ. കേരള മാർക്കറ്റ് കേരളത്തിൽ തന്നെ നമ്മൾ ആദ്യം തുടങ്ങുന്ന കാലത്ത് മലബാറായിരുന്നു. അപ്പുറത്തേക്ക് ആ ഭാഗത്തേക്ക് അത്ര ആയിട്ട് പോയിരുന്നില്ല. ഇത് പിന്നെ ഇത് നമുക്ക് പിന്നെ നമ്മൾ പോയത് തമിഴ്നാട്ടിലേക്കാണ്. കേരളം വിട്ട് നേരെ പോയത് നേരെ. കാരണം തമിഴ്നാട്ടുകാരാണ് അത് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ തമിഴ്നാട്ടിലേക്കാണ് പിന്നെ പോയത്. കാരണം കേരളം കഴിഞ്ഞിട്ട് പിന്നെ നേരെ തമിഴ്നാട്ടിലൂടെ തുടങ്ങുന്നത്. തമിഴ്നാട്ടിൽ നമ്മൾ പിന്നെ കോയമ്പത്തൂർ തുടങ്ങി. കോയമ്പത്തൂരാണ് പിന്നെ ഫാക്ടറി ഉള്ളത്. അത് കഴിഞ്ഞിട്ട് അന്ന് ഇത് കമ്പനി ആക്കിയാണോ അതോ VKC ഒറ്റക്കാണോ? അല്ല, നമ്മളെ ബ്രദേഴ്സിനെല്ലാം കൂട്ടി. പിന്നെ ഇതിന്റെ വളർച്ചയിലെ നാഴികക്കല്ലുകൾ എന്തൊക്കെ ഈ കമ്പനിയുടെ? പിന്നെ നമ്മൾ ഒരു പിന്നെ ഈ റബ്ബർ റബ്ബറിന് മാറിയിട്ട് പിന്നെ പുതിയ PVC ഈ പുതിയ ഐറ്റം സാധനങ്ങളൊക്കെ വന്നല്ലോ. പുതിയ അതിൽ നമ്മൾ അപ്പോഴേക്കും നമ്മൾ പിന്നെ മക്കളൊക്കെ പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോയിൻ ചെയ്തു. അവര് അതിൽ പിന്നെ ആദ്യം പ്രസാദ് ജോയിൻ ചെയ്തു. ഈ കോയമ്പത്തൂർ കമ്പനിയൊക്കെ ഉണ്ടാക്കുന്ന അവനാണ് ഹെഡ് ചെയ്യണത്. അവനവിടെ MBA കോയമ്പത്തൂരെ പഠിച്ചിരുന്നത്. പഠിച്ചവിടെ അത് കഴിഞ്ഞു. പിന്നെ റസാക്ക് നൗഷാദ് കെമിക്കൽ എഞ്ചിനീയറിംഗിലാണ് ആദ്യം ബിരുദെടുത്തത്. പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതും പിന്നെ ഈ പോളിമറിനാണ് എടുത്തത്. അത് കാരണം IIT മദ്രാസിൽ അതും പോളിമറിൽ തന്നെ പോയത്. വിട്ടല്ല, അവന് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ അതിൽ വന്നു. പക്ഷെ അവർ രണ്ടാളും ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് നമ്മളെ ഇതിൻ്റെ പാറ്റേണൊക്കെ മാറി. അവരാണ് ഇതിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പുതിയ സാങ്കേതിക വിദ്യ വർക്കിംഗ് ക്ലാസിന്റെ സാധനമായിട്ട് ഇതിങ്ങനെ കൊണ്ടുപോയിരുന്നു. ഇതൊരു വർക്കിംഗ് ക്ലാസിന്റെ
അതെ 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 പിന്നെ അത് നമ്മൾ അല്ല അവർ വരുമ്പോൾ തന്നെ മാറ്റിക്കുന്നു. PVC-യിലൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും അതിന്റെ ഭൂമി കിട്ടിയത് അവര് വന്നതിന് അവർ വന്നതിന്റെ ശേഷം. എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു തുടക്കത്തില്? തുടക്കത്തിൽ നമുക്ക് ഞങ്ങൾ ഇവിടെ ഒരു തുടങ്ങുന്ന സമയത്ത് ഒരു 10-30 ആൾക്കാർ തുടങ്ങുന്ന ഇവിടെ കാലത്ത്. തുടങ്ങുമ്പോ നമ്മൾ തുടങ്ങുന്ന കാലത്ത് അത്രയേ ഉള്ളൂ. കുറച്ച് അന്ന് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. അന്ന് VKC എത്ര മണിക്കൂർ വർക്ക് ചെയ്യുമായിരുന്നു? ഞാനെന്ത് അന്ന് തുടക്കകാലത്ത് നമുക്ക് മണിക്കൂർ അറിയില്ല. എപ്പോഴാണോ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാൻ നല്ലണ്ടേ, ബാക്കിയൊക്കെ പണി തന്നെയാണ്. പണി തന്നെ. അപ്പൊ അന്ന് വിചാരിച്ചിരുന്നു ഇത്ര വലിയ കഠിനാധ്വാനം എന്ന് പറയാം. കഠിനാധ്വാനത്തിലൂടെയാണ് അത് വളർത്തിയെടുത്തത്. അന്ന് VKC വിചാരിച്ചിരുന്നു ഇത്ര വലിയ ബ്രാൻഡായി ഇത് മാറുമെന്ന്, മാറ്റണമെന്ന്? ഇല്ല, അങ്ങനെ ഒന്നും കരുതിയില്ല. ഇല്ല, ഒരു നമുക്കറിയില്ല, അത് നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറം പോയത്. ഒരു കച്ചവടം എന്നുള്ള രീതിയിൽ അങ്ങ് തുടങ്ങി. അല്ല അതിന് നമുക്ക് അത്ര നമ്മൾക്ക് പറ്റുന്ന തന്നെ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും മുന്നോട്ട് പോകാൻ കഴിയും. ഒരുപാട് മുന്നോട്ട് പോയി. അതിപ്പോ നമ്മള് പിന്നെ ഈ നമ്മൾ മക്കൾ മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിന് പറ്റുന്ന കുറെ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറെ ആളുകൾ പല ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ പല ഭാഗത്ത് തുടങ്ങിയല്ലോ. തമിഴ്നാട് തുടങ്ങി, ഗുജറാത്ത് തുടങ്ങി. പിന്നെ ഗുജറാത്തിൽ നമ്മളെ കമ്പനി ഉണ്ട്, വാപ്പിയിൽ ഗുജറാത്തിലുണ്ട്. പിന്നെ കർണാടക, ആന്ധ്ര, അങ്ങനത്തെ ഡൽഹി, ബാംഗ്ലൂർ, ഇങ്ങനെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ കുറെ കമ്പനികൾ തുടങ്ങി. എവിടെയൊക്കെ ഉള്ളതെന്ന് എനിക്കനുസരിച്ച് അറിയില്ല. വരാൻ നോക്കുന്നത് മക്കളെ നോക്കുന്നത്. അപ്പൊ അതില് കുറെ മറ്റ് വിദഗ്ധന്മാർ ആയിട്ടുള്ള ആളുകളുണ്ട്. ടോട്ടൽ നമ്മൾ കുറെ ആളുകളുണ്ട് അതിന്റെ. ഇപ്പൊ VKC ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. ഇല്ല. ഒക്കെ ഓരോരുത്തരെ. ഇപ്പൊ VKC ശരിക്കും ഇതിൽ ശ്രദ്ധിച്ചൊരു കാര്യം ഈ ആളുകളെ ഹയർ ചെയ്യുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള സ്റ്റാഫ്. നമുക്കിപ്പോ പിന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യത്തിന് അതിന് പറ്റുന്ന ആളുകളെ പിന്നെ കണ്ടുപിടിക്കുക. അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സാലറി ഞങ്ങളെന്താ ചെയ്യുന്ന പറഞ്ഞാൽ സാലറി മാത്രമല്ല, അതിലൊരു പിന്നെ പാർട്ട്ണർഷിപ്പും കൂടി, അതിലൊരു ഷെയറും കൂടി കൊടുത്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. എല്ലാവരെയും അതെ, അങ്ങനെ കൊണ്ടുവന്നത്. മറ്റേ അങ്ങനെ ഈ പ്രധാനപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അവരിടക്ക് വിട്ടുപോകില്ലേ. ഇവര് കോമ്പറ്റീഷൻ ഉണ്ടാക്കൂലേ? ഇവർക്ക് ഇതിന്റെ ഒരു നാക്ക് പിടികിട്ടിയാൽ വേറെ തുടങ്ങൂലേ? അല്ല, വേറെ തുടങ്ങുകയോ അല്ലെങ്കിൽ പിന്നെ അവര് നമ്മളെ വിട്ടുപോയാൽ പിന്നെ നമുക്ക് പോയില്ലേ, നമുക്ക് നഷ്ടമാണ്. അപ്പൊ അവർക്ക് ഇവിടെ തന്നെ അതിന് ഗുണം ഉണ്ടാകുമ്പോൾ ഒരു പോലല്ലോ. അപ്പൊ അതിനങ്ങനെ നമ്മൾ ഓരോ ആൾക്കാർ അങ്ങനെ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ആളുകളെ സസ്റ്റെയിൻ ചെയ്യിച്ചത്. നമ്മളൊരു മാനേജ്മെന്റ് സിസ്റ്റം അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ശരിക്കും എത്ര കോടിയുടെ വിറ്റുവരവുണ്ട് കമ്പനിക്ക്? ഇപ്പൊ നമ്മൾ ടോട്ടൽ ഇപ്പോഴ് നമ്മള് പിന്നെ ഈ 2 ഗ്രൂപ്പായിട്ടാണ് ഇപ്പൊ പോകുന്നത്. പിന്നെ നൗഷാദ് ഇന്ന് VKC എന്നുള്ളതിപ്പം പിന്നെ റസാക്ക് മൂത്തയാള്, ഞാനടക്കം ഉൾക്കൊള്ളുന്ന ഇതാണ്. മറ്റേത് നൗഷാദ് ചെറിയ ആള്, അവന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. അവൻ ബാക്കറു എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് നമ്മുടെ നേരത്തെ ഉണ്ടായ ബ്രാൻഡിനാണ്, നേരത്തെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ടായി. അല്ല, അങ്ങനെ ഒരു വേർതിരിച്ച് വേണ്ടത്ര വേർതിരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ അവരാ നോക്കുന്നത്. വിറ്റു 2 കോടി എത്തിട്ടൊരു 300-3000 കോടിന്റെ ഒരു വിറ്റുവരവുണ്ടോ? 3000 കോടിന്റെ വിറ്റുവരവുള്ള ഒരാളാവുന്നു VKC ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാനൊരാളല്ലല്ലോ. എന്നാലും അങ്ങനെ എന്നാലും അതല്ലല്ലോ, അതിന്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടല്ലോ. ഇനി എന്താണ് നിങ്ങൾ പുതിയ ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഉപദേശം? അപ്പൊ ഞങ്ങളൊക്കെ നമ്മൾ എന്ത് തുടങ്ങുകയാണെങ്കിലും 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ തുടങ്ങുന്നതിന്റെ സാധ്യതകൾ പഠിക്കണം. ശരിക്കും പഠിക്കാം സാധ്യതകൾ. അപ്പം നമ്മളിതിനെ വുഡ് ഇൻഡസ്ട്രി തുടങ്ങിയിട്ട് അത് ആ സോഫ്റ്റ് വുഡിന്റെ സ്കേഴ്സിറ്റിയാണ് നമ്മൾ അതിന് പിന്തിരിയാൻ കാരണം. സോഫ്റ്റ് വുഡ് മറ്റേ തീപ്പെട്ടി, നമ്മൾ വുഡ് ഇൻഡസ്ട്രി നടത്തുന്ന. അപ്പൊ അതിന്റെ റോ മെറ്റീരിയൽ കിട്ടാതായി. അതിന് സോഫ്റ്റ് വുഡ് വേണം അതിനുവേണ്ടി. അപ്പൊ സോഫ്റ്റ് വുഡ് കമ്പനികൾ അധികമായപ്പോ സോഫ്റ്റ് വുഡിന് എല്ലാവരും ഒട്ടായി. അപ്പൊ അത് കിട്ടാനില്ലാത്ത അതെ. അപ്പൊ അതിന് ഇങ്ങനെ ഈ തമ്മിൽ മത്സരിച്ചിട്ട് വില കൂടുന്നു. പക്ഷെ മാർക്കറ്റിൽ എല്ലാവരും ഒരേ മാർക്കറ്റാണ്. അപ്പൊ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അതെ, അവർ വില കൂട്ടി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം എല്ലാവരും കൊണ്ടേ കൊടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു പിന്നെ ഇതിന് പരാജയപ്പെടുക. അതിപ്പോ ഈ ഓരോ കാര്യത്തിലും ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അത് നമ്മൾ പിന്നെ പഠിച്ചാൽ, ഇപ്പം ചെരുപ്പിൻ്റെ കാര്യത്തിൽ അതില്ല. ചെരുപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് പിന്നെ ഏറ്റവും പുതിയ മോഡൽ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ പിന്നെ പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പം നമ്മളിപ്പോൾ പിന്നെ കമ്പനികൾ ഇവിടെ ഞങ്ങൾ ഈ പുതിയ ഐറ്റം തുടങ്ങുന്ന കേരളത്തിൽ VKC ആണ് ആദ്യമായി തുടങ്ങുന്നത്. ഈ പിന്നെ നമ്മളാദ്യം
ഈ ഇത് ഇതുണ്ടല്ലോ നമ്മൾ റീപ്രോസസ് മെറ്റീരിയൽ കൊണ്ടാണ് ആദ്യം തുടങ്ങിയത്. ആദ്യം ഒരു യൂണിറ്റ് തുടങ്ങിയത്. അത് ഇപ്പം നമ്മൾ ഈ പഴയ ഒഴിവാക്കിയ ചെരുപ്പുണ്ടല്ലോ, അത് പിന്നെ എടുത്ത് കഴുകി വൃത്തിയാക്കി പിന്നെ രണ്ടാമത് പ്രോസസ്സ് ചെയ്ത് കെമിക്കലെല്ലാം കൂട്ടിയിട്ട് അത് കഴുകി വൃത്തിയാക്കി പിന്നെ അതുകൊണ്ട് റോ മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ട് അതായിരുന്നു ആദ്യത്തെ പ്രൊഡക്റ്റ്. പിന്നെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഫ്രഷ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്തു തുടങ്ങിയത് പിന്നീടാണ്. പിന്നെ ചെരുപ്പ് പഴയതിന് വില കിട്ടിയത് അതെ, ഇപ്പൊ കിട്ടണില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു പുതിയ ഇത് എടുത്തിട്ടുണ്ട്. ഞങ്ങളെ ചെരുപ്പ് പിന്നെ വാങ്ങിയെടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വില കൊടുക്കും. ശരി. അതെന്നിട്ട് ഞങ്ങൾ തിരിച്ചെടുക്കും. എന്താ കൊണ്ട് കാട്ടാൻ പോണേ? അത് പിന്നെ അതിപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ശുചിത്വ മെഷീൻ ഉണ്ടല്ലോ ജോസിന്റെ, അവരുമായിട്ട് പിന്നെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താ ചെയ്യാന്നുള്ളത്. അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് റോ മെറ്റീരിയൽ ഒന്നും ചെയ്യാൻ റോ മെറ്റീരിയൽ ചെയ്യാൻ അത് ചെയ്യുന്ന ആൾക്കാർക്ക് അത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പൊ തിരിച്ചെടുത്തോണ്ട് എന്താ കമ്പനിക്ക് ലാഭം? കമ്പനിക്ക് ഇങ്ങനെ ഇതിന്റെ വേസ്റ്റ് പിന്നെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മള് ഇപ്പം ഇത് ഡീഗ്രേഡബിൾ അല്ലല്ലോ അല്ലെ? അതെ, അപ്പൊ അതിനെ ഒഴിവാക്കുക എന്നുള്ള പിന്നെ ഒരു ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ. അതെ അതെ അതെ. അപ്പൊ അതിൽ നമ്മളതായിട്ടുള്ളൊരു മുൻകൈ വരും. അങ്ങോട്ട് പ്രഖ്യാപിച്ചോ? ഇല്ല, പ്രഖ്യാപനം വന്നില്ല. അവരിപ്പോ ജോസൊക്കെ ആയിട്ട് ഒരു സംസാരിച്ചിട്ട് ഏകദേശം ധാരണയിലെത്തിയിട്ടുണ്ട്. പ്രഖ്യാപനം അടുത്തനുണ്ടാവും. എത്ര രൂപ കൊടുക്കും? അങ്ങനെ ഉണ്ട്. അത് ഒരു പേരിന് പിന്നെ 5 രൂപ തോന്നുന്നുണ്ട് തീരുമാനിച്ചത്. ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. ആളുകൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താൽ അതെ, അവർ ഷോപ്പുകാർ വാങ്ങി വെക്കണം. ഷോപ്പുകാർ പൈസ എടുത്ത് വാങ്ങി വെക്കണം. നമ്മൾ പിന്നെ അവരോട് അവർക്ക് എന്തെങ്കിലും അതിനുള്ളൊരു അവർക്കൊരു തിരിച്ചെടുക്കും. എന്നിട്ട് നമ്മള് പറഞ്ഞു വന്ന പുതിയ വ്യവസായികളോട് അല്ലെങ്കിൽ പുതിയ വ്യവസായികളോട് നമ്മളിപ്പോ പിന്നെ ഇതൊക്കെ വ്യവസായം തുടങ്ങുമ്പോൾ ഈ മാതിരി കാര്യങ്ങളൊക്കെ ആലോചിക്കണം. നന്നായി പഠിക്കണം. ഇത് ഇങ്ങനെ ഇതിനൊരു ഭാവി ഉണ്ട്. ഇത് പിന്നെ ഇതിന്റെ റോ മെറ്റീരിയൽ സാധ്യത എന്താണ്, മറ്റു കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ പഠിച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ പിന്നെ ഇടക്ക് പ്രയാസങ്ങളില്ലാണ്ട് കഴിയും. ഒന്നത്. രണ്ടാമത്തത്, ഇത് ചെയ്യുമ്പം പിന്നെ നമ്മൾ ധാരാളം മറ്റും ഉണ്ടാവുമല്ലോ. അപ്പം അതിനൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പുതിയ മാർഗം കണ്ടുപിടിക്കണം. പിന്നെ കഠിനാധ്വാനം ഇതിന് വളരെ ആവശ്യമാണ്. കഠിനാധ്വാനം. കാരണം നമ്മൾ പ്രത്യേകിച്ച് ചെറിയ പൈസ ഒക്കെ വെച്ച് തുടങ്ങുന്ന ആൾക്കാർ, ചെറിയ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ തുടങ്ങുന്ന ആൾക്കാർ കഠിനാധ്വാനം ആവശ്യമാണ്. കഠിനാധ്വാനം ഇല്ലെങ്കിൽ നടക്കുക. പക്ഷെ പിന്നെ അതേപോലെ തന്നെ സത്യസന്ധത ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു അതിൻ്റെ ഒരു പ്രധാന സത്യസന്ധത എന്ന് പറഞ്ഞാല്, അതായത് നമ്മൾ ആളുകളൊക്കെ ആയിട്ട് ഇടപെടുമ്പോൾ വിശ്വാസ്യത വേണം. ആളുകൾക്ക് ബിസിനസ്സിൽ മൊത്തത്തിൽ ഒരു വിശ്വാസ്യത, ഇടപാടിന് കാര്യങ്ങൾക്ക് ഒക്കെ തന്നെ നമുക്ക് ഒരു ആളുകളിൽ നമ്മൾ വിശ്വസിക്കാൻ കഴിയണം. വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ പിന്നെ നമ്മളതിനനുസരിച്ചുള്ള പരിപാടി ആയിരിക്കണ്ടേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളിപ്പോൾ അന്ന് നമ്മൾ മത്സരമില്ലാത്ത കാലത്ത് ഞങ്ങൾ ചെരുപ്പിനിട്ട് വിലയുണ്ട്. അത് നമ്മളിപ്പോൾ അന്ന് നമ്മൾ മാത്രമല്ലോ. ഇപ്പം നമുക്കിവിടെ 150 കമ്പനികളുണ്ട് കേരളത്തിൽ. അതെ, 150 കമ്പനികൾ ഉൽപ്പാദനം തുടങ്ങിയിട്ടും പിന്നെ ഞങ്ങളെ വിലന്റെ മേലെ അതിന് താഴെ കൊണ്ടുവരാൻ ആരും കഴിഞ്ഞില്ല. അത്രയും പ്രൈസ് കുറച്ച് നമ്മൾ ഏറ്റവും നല്ല സാധനം പരമാവധി വില കുറച്ച് കൊടുക്കുക. അത് എടുത്ത ഒരു ആദ്യത്തേതാണ്. പക്ഷെ അതൊക്കെ ഇപ്പൊ കുറച്ച് മാറ്റേണ്ടി വന്നു. ഇപ്പൊ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആ ടൈപ്പ് ആളുകളല്ല ഇപ്പം. ഈ അന്ന് പിന്നെ ഈ ഡ്യൂറബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ഒരു ചെരുപ്പ് വാങ്ങുക. ഇപ്പൊ ആരും നോക്കുന്നില്ല. ഇപ്പോഴും ഏറ്റവും കാണാൻ ഭംഗി വേണം, പത്രാസ് വേണം, കാര്യങ്ങൾ വേണം. എന്ത് വിലയായാലും ആൾക്ക് പ്രശ്നമില്ല. അപ്പൊ നമ്മളും അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പഴയ പോളിസിയിൽ നിന്നിട്ട് തന്നെ പോകാൻ ഇനി കഴിയില്ലെന്ന് തോന്നുന്നുണ്ട്. അത് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫാഷനബിൾ ആയ, അതെ, നമ്മൾ വില കൂടിയ ചെരുപ്പുകൾ കൊണ്ടുവരിക ഉണ്ടാക്കാൻ പുറപ്പെട്ടു. ഇന്ത്യയിലാകെ ശരിക്കും VKC അല്ലേ ഏറ്റവും വില കുറഞ്ഞ് വിൽക്കുന്ന ബ്രാൻഡ്? അല്ല, അത് പലതുണ്ട്. പലതും നമ്മളെന്താ വെച്ചാൽ നമ്മളിന് പ്രത്യേകത, നമ്മൾ വില കുറവ് എന്നുള്ളത് കൊണ്ട് ക്വാളിറ്റി മോശമാകുന്നില്ല. ക്വാളിറ്റി നമ്പർ 1 ക്വാളിറ്റി എപ്പോഴും കൊടുക്കുന്നു. അവര് മുടക്കുന്നതിന് ഒരു നഷ്ടബോധം ഇല്ലാണ്ട് അവർക്ക് ഉപയോഗിക്കുക. അതാണ് നമ്മളെ ഒരു പിന്നെ
ക്വാളിറ്റി അതാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം VKC എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങനെയാണ്, അതാണ് അതിന്റെ ഒരു. കേരളത്തിൽ ഈ 150 കമ്പനിയിൽ VKCന്റെ കോമ്പറ്റേഴ്സ് ആയിട്ട് ആരെങ്കിലും? നമുക്ക് അങ്ങനെ ഇല്ല. നമ്മളിപ്പോൾ ഈ കമ്പനികളൊക്കെ ഈ കമ്പനികളിലൊക്കെ നല്ല വിഭാഗം അവർക്ക് കമ്പനി തുടങ്ങാനുള്ള എല്ലാ സൗകര്യം ചെയ്തെടുത്ത ഞങ്ങളാണ്. എങ്ങനെ? ഞങ്ങൾ പിന്നെ ഈ റോ മെറ്റീരിയൽ നേരത്തെ ഡൽഹിയിൽ നിന്നൊക്കെ വാങ്ങേണ്ടിയിരുന്നു. അപ്പം ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ തുടങ്ങുന്ന ആൾക്കാർ റോ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ഇവർ ഓർഡർ കൊടുത്ത സാധനമായിരിക്കില്ല ചിലപ്പോൾ വരുന്നത്. അങ്ങനെ ഇവർ പലരും പരാജയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ആ കമ്പനിക്കാരെല്ലാം കൂട്ടിയിട്ട് പിന്നെ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് റോ മെറ്റീരിയൽ ഞങ്ങളെ സോഴ്സ് ഉപയോഗിച്ചിട്ട് ഇവിടെ പിന്നെ ഇറക്കുമതി ചെയ്ത് ഇവർക്കെല്ലാം ചില്ലറ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ ഇവർക്ക് പിന്നെ മറ്റ് വലിയ ഹോൾസെയിലുകാർക്ക് കിട്ടുന്ന തരത്തിൽ അവർക്ക് ഈ റോ മെറ്റീരിയൽ കിട്ടാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാക്കി. അത് നമ്മൾ അന്നുണ്ടായ കമ്പനി അന്ന് ജോസ്കോപ്പരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഞങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് തുടങ്ങിയത്. ആ സംഘടനാ മികവ് അവിടെ ഉപയോഗിച്ച്. അതെ അതെ, അവിടെ അങ്ങനെ അതുകൊണ്ട് അവർക്കെല്ലാം പിന്നെ ഇത് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വലിയ എക്സിബിഷൻ നടത്തി. ഫോറിൻ നിന്നൊക്കെ മെഷീനറി ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ കെമിക്കൽ മെഷീനറി മറ്റു സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അതിനൊക്കെ നമ്മൾ ഇവിടുത്തെ അന്നുണ്ടായിരുന്ന എല്ലാ വ്യവസായികളെയും കൂട്ടി യോജിപ്പിച്ചിട്ട് അത് ഞങ്ങളൊരു നേതൃത്വം കൊടുത്തുകൊണ്ട് അത് ആളുകൾ പഠിക്കട്ടെ വെച്ചിട്ട്. അതെ, അപ്പം അതുകൊണ്ട് ആളുകൾ ഒരുപാട് ചെറുപ്പക്കാർ ഈ ബിസിനസ്സിലേക്ക് വന്നു, ഒരുപാട് ആൾക്കാർ. അപ്പോൾ നന്നായിട്ട് നമ്മളെ കേരള ഈ ഫറോക്ക് ഈ ഭാഗത്ത് ഇതിൻ്റെ ഒരു പ്രത്യേക ഹബ്ബായിട്ട് മാറി. അപ്പം മറ്റുള്ള വ്യവസായമൊക്കെ നശിച്ചപ്പോഴും ഇവിടെ ആ തൊഴിൽ പക്ഷെ അന്ന് ഇല്ലാത്തതിൽ കൂടുതൽ പുറത്തുനിന്ന് ആൾ വന്നെങ്കിലും ഈ പുറത്തുനിന്നുള്ള ആളുകളെ പിന്നെ അവർക്ക് വീട് വാടക കൊടുത്തിട്ട് അവർക്ക് പലർക്ക് കൊടുത്തിട്ട് അവർക്ക് ഫോൺ ചാർജ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പുറപ്പെട്ടു. അപ്പം ഇവിടെ പിന്നെ ഒരു വലിയൊരു സൗകര്യങ്ങൾ ഉണ്ടായി വന്നു. മുമ്പായി മലയാളികൾക്ക് പണി കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതിയൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആരും പറയാതെയായി. അപ്പോൾ ആരും മലയാളികൾ ആ പണിക്ക് പോകണില്ല. നേരെ അങ്ങനെ പറഞ്ഞിരുന്നോ? എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം മലയാളികൾ ഇപ്പം നമ്മളെ അടുത്ത് കുറേ ഉണ്ട്, മറ്റൊന്നും തീരെ ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഓഫീസ് സ്റ്റാഫുകളിലധികം മലയാളികളാണ്. നമ്മളിപ്പം മറ്റുള്ള ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തുള്ള എല്ലാ കമ്പനിയിലും നോക്കിയാൽ ഈ ഓഫീസ് ഒക്കെ അതിന് ബുദ്ധിമുട്ടില്ല, മറ്റേതിനാണ് ബുദ്ധിമുട്ട്. ലേബറിനാണ് നമ്മുടെ ആൾക്കാർക്ക് താല്പര്യമില്ലാത്തത്. ഒരു തൊഴിലാളി പാർട്ടിന്റെ നേതാവ് ഇത്ര വലിയൊരു വ്യവസായം തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? തൊഴിലാളികൾക്ക് ഇപ്പോൾ നമ്മൾ പിന്നെ ആദ്യമൊക്കെ ഞങ്ങൾ സാധാരണ ഒരു കമ്പനീൻ്റെ മരികത്തനായിരുന്നു. പിന്നെ ഞങ്ങൾ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഞങ്ങൾ അവർക്ക് ഏറ്റവും നല്ല പാർപ്പിട സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റവും നല്ല ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും നല്ല പാർപ്പിട സൗകര്യം കൊടുക്കുന്നത് ഞങ്ങളാണ്. അവർക്ക് താമസം ഇപ്പോൾ ഒക്കെ ഞങ്ങൾ വയനാട്ടിലൊക്കെ ഞങ്ങളെ കമ്പനീൻ്റെ പിന്നെ ക്വാർട്ടേഴ്സ് പിന്നെ 5 സ്റ്റാർ ഹോട്ടലാണ് കണ്ടാൽ. അതെ, പിന്നെ അതുമാതിരി മലപ്പുറത്ത് ഞാൻ കണ്ടാണ് അതിൻ്റെ വീഡിയോസ്. മലപ്പുറത്തുണ്ട്. അങ്ങനെ ഈ കിനാലൂർ ഉണ്ടാക്കിയിട്ടുണ്ട്. കിനാലൂർ ഒക്കെ ഞങ്ങൾ ഒരു കമ്പനിയോടൊപ്പം അതിനേക്കാളും പ്രാധാന്യം കൊടുത്തിട്ടാണ് ഞങ്ങൾ താമസ സൗകര്യം ഉണ്ടാക്കി. യൂണിയനുകളൊക്കെ ഉണ്ടോ? യൂണിയനുകളൊന്നും ഇപ്പം അത്ര സജീവമല്ല. ഇപ്പം ഞങ്ങളെ പഴയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ VKCയിലൊക്കെ ഉള്ള പഴയ യൂണിയനുള്ളൂ. ഇപ്പം യൂണിയൻ ഉണ്ടാക്കാനും ആളില്ലല്ലോ. യൂണിയനുകൾ ഇപ്പം അവരും ആവശ്യപ്പെടുന്നില്ല. ഇല്ല, അവർക്കെന്താ വെച്ചാൽ ഇപ്പോൾ അവർക്ക് അതിനൊന്നും ആൾക്ക് സമയമില്ല. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അന്ന് ഒരു യൂണിയനിൽ അവിടെ ഇങ്ങനെ കെട്ടിയിട്ട മാതിരിയാണല്ലോ. ഇതല്ല, ഇവൻ കഴിവുള്ള ആളുകൾ അവിടുന്ന് വളരെ വേഗം വളരുക. കഴിവുള്ള അതിപ്പോൾ നമ്മൾ പിന്നെ ഈ സംഘടനാപരമായിട്ട് പറയുമ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അനുഭവം അതാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്ത് കഴിവുണ്ടെങ്കിലും ശരി അവിടെ അതുമായി ബന്ധപ്പെട്ട് അതിലിങ്ങനെ കിടക്കല്ലേ. അതിൽ അസാധ്യ കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ആ കഴിവുള്ള ആളുകൾക്ക് പുറത്തു പോകാൻ പറ്റില്ല, അവരിതിൻ്റെ അകത്ത് കിടക്കല്ലേ. അപ്പം ഇതിപ്പോൾ പിന്നെ ഈ കഴിവുള്ള ആളുകൾ അവർക്ക് നമ്മൾ തന്നെ ഫീസ് വർക്കെല്ലാം കൊടുക്കും. നമ്മളെ കൂടെയുള്ള കഴിവുള്ള ആളുകൾക്ക് ഞങ്ങൾ തന്നെ ഫീസ് വർക്ക് മറ്റു വർക്കെല്ലാം ഏൽപ്പിച്ചു കൊടുക്കും. അവർ നല്ല സമ്പാദ്യം ഉണ്ടാക്കും. ഞങ്ങളൊരിക്കൽ പിന്നെ കോയമ്പത്തൂരുള്ള നമ്മളൊരു ഫീസ് വർക്ക് ചെയ്യുന്ന ഒരുത്തൻ പിന്നെ അയാൾ ഈ ബീഹാറുകാരനെ. അപ്പം ഇയാൾ പിന്നെ കുറച്ചു കാലം കൊണ്ട് അവിടെ നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി, നാട്ടിൽ വീടുണ്ടാക്കി. അപ്പം അവർക്ക് സംശയം, പിന്നെ എന്തെങ്ങനെ പൈസ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ അയാളുടെ ബന്ധുക്കളെ കൂടി ഇവിടെ അന്വേഷിക്കാൻ വന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇവന്റെ ഒരു കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ പല ആളുകളും ഇപ്പം പല ആളുകളും ഇതേമാതിരി ഞാൻ പറഞ്ഞത് ഒരുപാട് സമർത്ഥമായിട്ട് രാപ്പകലില്ലാണ്ട് കഠിനാധ്വാനം ചെയ്ത്
അതിന് മേലെ അധ്വാനിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് പിന്നെ ഇവിടെ ഈ നമ്മളെ മേഖലയിൽ വന്ന് പണിയെടുത്തിട്ട് ഇപ്പം പിന്നെ ബംഗാളിലൊക്കെ നല്ല വീട് വെച്ച ആൾക്കാർ നോക്കുകയാണെങ്കിൽ ഇവരാന്നാ. VKC ഇതല്ല, ഇവിടെ ഈ ഭാഗത്ത് വന്നിട്ട് പണിയെടുത്തിട്ട് പോകാം. ഞങ്ങൾ അത് പ്രധാനമായിട്ടുണ്ടാവും. എന്നാലും ഈ ഭാഗത്ത് മറ്റ് കമ്പനികളിലൊക്കെ പണിയെടുക്കുന്ന ഇവിടെ മിക്കവാറും എല്ലാ കമ്പനിയും ഇപ്പോൾ അത്യാവശ്യം പിന്നെ നല്ല സൗകര്യങ്ങളും സാലറിയൊക്കെ കൊടുക്കാൻ പുറപ്പെട്ടിരുന്നു. വളരെ മോശമുള്ള അതൊന്നും ഇപ്പോൾ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ മാറി അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ തൊഴിലാളികളായിട്ടുള്ള VKCന്റെ ബന്ധം എങ്ങനെ? തൊഴിലാളികളുമായിട്ട് ഇപ്പം നമ്മൾ ഇപ്പം ഇപ്പം ഇവര് ഹിന്ദിക്കാരൊക്കെ അതിൻ്റെ നമ്മൾ അതാണ് മാനേജർമാരൻ്റെ കൈകാര്യം ചെയ്യുന്നത്. നമുക്കതിൽ പിന്നെ ഞാൻ ഹിന്ദി ഒന്നും സംസാരിക്കില്ല. ഇല്ല ഈ ഒരു മലയാളം വെച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ ഹിന്ദി പിന്നൊക്കെ നമ്മളെ മക്കളൊക്കെ ഓരൊക്കെ എല്ലാ ഭാഷയും സംസാരിക്കും. അതുകൊണ്ട് പിന്നെ ഓർക്കെല്ലാം ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മളൊക്കെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല കഴിവുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അവർ സംസാരിക്കും. അപ്പം നമ്മൾ പഴയ ആൾക്കാരായിട്ട് നമ്മൾ നല്ല കണക്ഷനാണ്. നമ്മൾ പഴയ തുടക്കത്തിൽ അവരൊക്കെ ഉണ്ടോ? പിന്നെ അത് കണ്ട ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ പരിപാടിയൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. നമ്മളെ പഴയതൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ ഓലായിട്ടൊരു ഗാദറിംഗ് ഒക്കെ വിളിക്കാറുണ്ട്. അവരാരെങ്കിലും ഇപ്പൊ കമ്പനിയിലുണ്ടോ? കമ്പനിയിൽ പിന്നെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. കുറച്ച് ആളുകൾ മക്കളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ അന്നത്തെ പഴയ ആൾക്കാരുടെ ഒരു കണക്ഷനൊക്കെ ഉണ്ട് ഇപ്പം. ഇനി അത് കഴിയുമ്പോ ഇപ്പൊ ഈ കമ്പനി തുടങ്ങിയതിനു ശേഷം VKC അനുഭവിച്ച വലിയ പ്രതിസന്ധി എന്താ? ഇപ്പൊ ഇത്ര വലിയൊരു വ്യവസായം ഉണ്ടാവുമ്പോ ഭയങ്കര ഓർമ്മയിലുള്ള പ്രതിസന്ധി. നമുക്കിപ്പോ പ്രതിസന്ധി എന്ന് പറഞ്ഞാല് ഞങ്ങള് ഈ തുടങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങള് 40 വർഷമായി ചെരുപ്പിൽ വന്നിട്ട് ഇപ്പോ 40ാമത്തെ 84 2025 അപ്പൊ നമ്മള് 40 വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കാം. അപ്പൊ അതിന്റെ ആ കാലഘട്ടത്തില് നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. ഇല്ല, വളരെ ചുരുക്ക സമയത്തൊക്കെ എന്തെങ്കിലും ചെറിയ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കമ്പനികളൊക്കെ വർദ്ധിച്ചപ്പം മാർക്കറ്റിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ, പഴയ പോലെ പണം കിട്ടുന്നതിനൊക്കെ മാന്യം, അതായത് നമ്മൾ കുറെ ഈ കൊറോണ, നോട്ട് നിരോധനം, GST ഇതൊക്കെ വന്ന സമയത്ത് ഒരുപാട് കമ്പനികൾ അടച്ചുപോയി. ഒരുപാട് ആൾക്കാർ നഷ്ടം വന്ന് പൊട്ടിയിട്ടൊക്കെ പോയി. കുറേ ആൾക്കാർ അങ്ങനെ പോയി. പിന്നെ അങ്ങനെ അതിലൊരു ഇത് വന്നിട്ടുണ്ട് കമ്പനീൻ്റെ ഭാഗത്ത്. അതിപ്പോൾ ഇനിയിപ്പോൾ അതൊരു സാധാരണ അതിന് ഡെവലപ്പ് ചെയ്ത് വരണം. ഒരുപാട് ഇപ്പം ഈ ചെറിയ 10-20 ആളും 10-15 ആളും 20 ആളൊക്കെ വെച്ച് പണിപ്പിക്കുന്ന ആളുകൾ പലരും പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചിലരൊക്കെ അവർ വീട് വരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചിലരൊക്കെ അങ്ങനെ കുറെ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പ്രതിസന്ധി ഉണ്ടായിരുന്നു. VKC വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കൊറോണ സമയത്ത് നമുക്ക് ഏകദേശം 10,000-15,000-ഓളം തൊഴിലാളികളുണ്ട് പല ഭാഗത്തായിട്ട്. അവർക്കെല്ലാം നമ്മൾ സാലറി കൊടുത്ത് നിർത്തിയല്ലോ. കോടികൾ അന്ന് പൊടിച്ചിട്ടുണ്ട്. സാലറി കൊടുക്കാതെ നിൽക്കുകയാണെങ്കിൽ ഇനി അവരൊക്കെ നമ്മളായിട്ട് വിട്ടു തിരിഞ്ഞ് പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സ്ഥിതി നമ്മൾ അങ്ങനെ കൊടുക്കാം. ലാഭനഷ്ടം നോക്കിയിട്ടല്ല, അങ്ങനെ കൊടുത്ത് നിലനിർത്താൻ തീരുമാനിച്ചു. അന്നതൊക്കെ നിലനിന്നു.